Hello students, welcome to another revision session. നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് നോക്കാം. ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ആണ് അല്ലേ? ഒരു വാല്യൂ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് മറ്റൊരു വാല്യൂ എത്ര ചേഞ്ച് ചെയ്യുന്നു അല്ലേ? ഇവിടെ ഇപ്പോൾ നമുക്ക് സ്ക്വയറിൻ്റെ ഏരിയ നോക്കിയാൽ സ്ക്വയറിൻ്റെ സൈഡ്, നമ്മൾ സൈഡിനെ എക്സ് എന്നെടുത്താൽ സൈഡ് എക്സ് കൂടുകയോ കുറയുന്നതോ അനുസരിച്ചിട്ട് ഏരിയ എങ്ങനെയാണ് കൂടുകയോ കുറയോ ചെയ്യുന്നത്, ആ റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ ഡി എ ബൈ ഡി എക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇത് നമ്മളൊരു 2D അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഫിഗറിൻ്റെ കേസിൽ പറയുന്നു. ഇനി ഒരു ക്യൂബ് ആണെങ്കിലോ, ക്യൂബിൻ്റെ സൈഡ്, ക്യൂബ് എന്താണ്? 3 ഡയമെൻഷനിലാണ്. അപ്പോൾ ക്യൂബിൻ്റെ സൈഡ് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് എങ്ങനെയായിരിക്കും അതിൻ്റെ വോളിയത്തിൽ ചേഞ്ച് ഉണ്ടാകുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ 25 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെൻറ്റിമീറ്റർ, അതായത് 1 സെൻറ്റിമീറ്റർ സൈഡിൽ കൂടുതലോ കുറവോ വന്നാൽ സെൻറ്റിമീറ്റർ ക്യൂബ് വോളിയത്തിൽ എത്ര ചേഞ്ച് ഉണ്ടാകും? 25 സെൻറ്റിമീറ്റർ ക്യൂബ് ചേഞ്ച് ഉണ്ടാകും. ഓക്കെ, അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർമുലാസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫോർമുല റിവിഷനും കൂടി ഇൻക്ലൂഡ് ചെയ്താണ് റിവിഷൻ. സോ പ്ലെയിൻ ഫിഗർ എന്ന് പറയുന്നതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതലും വരുന്നത് സ്ക്വയറിൻ്റെ സ്ക്വയർ റെക്റ്റാങ്കിൾ സർക്കിൾ ആണ്. സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? സൈഡ് സ്ക്വയർ അല്ലേ. പെരിമീറ്റർ എന്താ? 4 ഇൻറ്റു സൈഡ്. റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. പെരിമീറ്റർ 2 ഇൻറ്റു എൽ പ്ലസ് ബി. സർക്കിൾ പൈ ആർ സ്ക്വയർ. സർക്കംഫറൻസ് എന്താണ്? 2 പൈ ആർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഫോർമുലാസ് ആണ്. പിന്നെ 10th 3 ഡയമെൻഷനിൽ നിന്നുള്ള ഫോർമുലാസ് കൂടെ ഓർക്കണം. ക്യൂബ് എന്ന് പറഞ്ഞാൽ ക്യൂബ് എന്താണ്? 3 ഡയമെൻഷനലാണ്. 6 ഫേസസ് ആണുള്ളത്. ഓരോ ഫേസും സ്ക്വയർ ആണ് അല്ലേ. ക്യൂബിൻ്റെ പ്രത്യേകത എന്താണ്? ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം തന്നെയാണ്. ലെങ്ത് ഈക്വൽ ടു ബ്രെഡ്ത്ത് ഈക്വൽ ടു ഹൈറ്റ് ഈക്വൽ ടു നമുക്കിവിടെ എ എന്നെടുത്താൽ സെയിം ആണ് അല്ലേ. അപ്പം വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, എ ക്യൂബ്, എ ഇൻറ്റു എ വരും. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 6 സ്ക്വയേഴ്സിൻ്റെ ഏരിയ 6 ഇൻറ്റു എ സ്ക്വയർ. ലാറ്ററൽ സർഫസ് ഏരിയ എന്താണ്? ടോപ്പ് ആൻഡ് ബോട്ടം എക്സ്ക്ലൂഡ് ചെയ്തുള്ളതാണ്. അപ്പോൾ 4a സ്ക്വയർ എന്ന് വരും. ഏരിയ ഓഫ് ബേസ് എന്നുള്ളത്, നമ്മൾ ബേസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ താഴേന്ന് മാത്രം ഓർക്കാതിരിക്കുക, സീലിംഗ് എന്നൂടെ ഓർക്കുക. ഓക്കെ, ബേസ് എന്ന് പറയുമ്പോൾ ബേസ് സീലിംഗ്. ഇപ്പോൾ ഒരു റൂം എടുത്താൽ നമ്മൾ റൂമിൻ്റെ ഫ്ലോറും സീലിംഗും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ ഏരിയ ഓഫ് ബേസ് പറയുമ്പം 2a സ്ക്വയർ, അത് രണ്ടും ഇൻക്ലൂഡ് ചെയ്ത് 2 സ്ക്വയറിൻ്റെ ഏരിയ 2a സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത്രയും ഫോർമുല പാർട്ടൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടിരുന്നാൽ പിന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ക്യൂബോയിഡ്, അടുത്ത എന്താ? ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് ഉണ്ടാവും. 3 ഡയമെൻഷനലാണ്. വോളിയം എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ 2 ഇൻറ്റു എൽ ബി പ്ലസ് ബി എച്ച് പ്ലസ് എൽ എച്ച്. ഇനി ലാറ്ററൽ സർഫസ് ഏരിയ എന്താണ്? ആ ടോപ്പ് ആൻഡ് ബോട്ടം ഇല്ല, അതായത് ഈ 2LB പ്ലസ് 2BH പ്ലസ് 2LHലെ 2LB ഇല്ല. ബാക്കി വരുന്ന എന്താ? 2BH പ്ലസ് 2LH ആണ് അല്ലേ. അതിൽ എച്ച് കോമൺ എടുത്താൽ 2H ഇൻറ്റു എൽ പ്ലസ് ബി. ഇനി ഏരിയ ഓഫ് ബേസ് വരുമ്പം മുകളിലും താഴെയും വരുന്നതാണ് അല്ലേ. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും, ഇതാണ് ഹൈറ്റ്. അപ്പോൾ മുകളിലും താഴെയും വരിക എന്ന് പറഞ്ഞാൽ ഇതെന്തായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയിരിക്കും. ഇവിടെ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. 2LB ആയിരിക്കും ഏരിയ ഓഫ് ബേസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന സിലിണ്ടർ. ഓക്കെ, റൈറ്റ് സർക്കുലർ സിലിണ്ടർ ആണ്. റേഡിയസും ഹൈറ്റും ഉണ്ട്. ഡയമെൻഷൻസ് വരുന്നത് റേഡിയസും ഹൈറ്റും ആണ്. വോളിയം എന്താ? പൈ ആർ സ്ക്വയേർഡ് എച്ച്. ബേസ് ഏരിയ എന്താണോ അത് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ ബേസ് ഏരിയ എന്താ? ഇവിടെ സർക്കിളാണ്. സർക്കിളിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. പിന്നെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പം കേർവ്ഡ് സർഫസ് ഏരിയയും ഈ ഏരിയ ഓഫ് ബേസും കൂടാണ് അല്ലേ. അപ്പോൾ 2πr കോമൺ എടുത്താൽ 2πr ഇൻറ്റു ആർ പ്ലസ് എച്ച്. കേർവ്ഡ് സർഫസ് ഏരിയ മാത്രമാണെങ്കിൽ 2πrh. ഏരിയ ഓഫ് ബേസ് എന്താ? 2 സർക്കിളിൻ്റെ ഏരിയ 2πr സ്ക്വയർ. നെക്സ്റ്റ് വരുന്നത് കോൺ എന്നുള്ളത് ഷേപ്പാണ്. കോണിൻ്റെ വോളിയം വരുമ്പോൾ എന്താ? 1/3 πr സ്ക്വയർ എച്ച്. നമുക്കറിയാം ഒരു സിലിണ്ടറിൻ്റെ വോളിയം πr സ്ക്വയർ എച്ച് ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ഒരു സിലിണ്ടറിനെ നമുക്ക് 3 കോണായിട്ട് ഡിവൈഡ് ചെയ്യാലോ. അപ്പോൾ അതിൽ ഒരു കോണിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ സിലിണ്ടറിൻ്റെ വോളിയം πr സ്ക്വയർഡ് എച്ച് ബൈ 3 ആയിരിക്കില്ലേ. അപ്പോൾ 1/3 πr സ്ക്വയർഡ് എച്ച് ആണ് കോണിൻ്റെ വോളിയം വരുന്നത്. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കാം. പിന്നെ ഇവിടെ നമുക്ക് ഡയമെൻഷൻസ് വരുമ്പം റേഡിയസ് ഉണ്ട്, പെർപെൻഡിക്കുലർ ഹൈറ്റ് എച്ച് ഉണ്ട്, കൂടാതെ സ്ലാൻഡ് ഹൈറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻ, പൈതഗോറസ് റിലേഷൻ ഓർത്തിരിക്കുക. കാരണം ഇത് മൂന്നും
കൂടെ ഫോം ചെയ്യുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് L² = R² + H² എന്നുള്ളൊരു റിലേഷൻ കൂടെ ഇതിൻ്റെ കൂടെ ഓർത്തിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന സ്പിയർ നമുക്ക് എടുക്കുമ്പോൾ ആകെ ഒരൊറ്റ ഡയമെൻഷനേ ഉള്ളൂ. റേഡിയസ്, വോളിയം എന്ത് വരും? 4/3 πr3. കേർവ്ഡ് സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ സെപ്പറേറ്റ് ഇല്ല, കാരണം ഒരൊറ്റ സർഫസ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 4πr² ആണ് സ്പിയറിൻ്റെ ഏരിയ വരുന്നത്. ഇനി ഹെമിസ്പിയർ എന്ന് പറഞ്ഞാൽ എന്താ? നേരെ ഹാഫായിട്ട് കട്ട് ചെയ്യുക, നമ്മൾ നാരങ്ങയൊക്കെ എടുത്ത് കട്ട് ചെയ്യുന്ന പോലെ. അപ്പം കേർവ്ഡ് സർഫസ് ഏരിയ പറയുമ്പം കേർവ്ഡ് സർഫസ് ഏരിയ എന്താണ്? ആ നേരെ ഹാഫ് എടുക്കുക, സ്പിയറിൻ്റെ നേരെ ഹാഫ് എടുക്കുക. ഓക്കെ, അപ്പോൾ 4πr² എടുത്താൽ എന്ത് വരും? 2πr². ഇനി ടോട്ടൽ സർഫസ് ഏരിയ വരുമ്പോൾ എന്താ? ഈ ഒരു ഫ്ലാറ്റ് സർഫസിലെ ഒരു സർക്കിളും കൂടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 2πr² ആണ് നമ്മുടെ കേർവ്ഡ് സർഫസ് ഏരിയ, അതിൻ്റെ കൂടെ ആ πr² കൂടെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3πr². വോളിയം ഈ 4/3 πr³ നേരെ ഹാഫ് 2/3 πr³. ഓക്കെ, നെക്സ്റ്റ് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാർജിനൽ റവന്യൂ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. MR, മാർജിനൽ റവന്യൂ. അപ്പോൾ ഇവിടെ R എന്ന് പറയുന്നത് എന്താ? റവന്യൂ. X എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ്. അപ്പോൾ നമ്പർ ഓഫ് ഐറ്റംസ് കൂടുകയോ കുറയോ ചെയ്യുന്ന അനുസരിച്ച് റവന്യൂവിൽ ചേഞ്ച് ഉണ്ടാകും അല്ലേ. നമുക്ക് കിട്ടുന്ന ഏൺ ചെയ്യുന്ന മണിയിൽ കുറവോ കൂടുതലോ ഉണ്ടാകാം. അപ്പം ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും? dr/dx എന്നായിരിക്കും എടുക്കുന്നത്. ഇനി മാർജിനൽ കോസ്റ്റ് ആണെങ്കിലോ? ഇപ്പോൾ കൊമേഴ്സ് എടുത്തിരിക്കുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സയൻസുകാർ ജസ്റ്റ് മനസ്സിലാക്കുക, എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. അപ്പോൾ കോസ്റ്റ് വേരി ചെയ്യുന്നത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്തല്ലേ. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ എക്സ് കൂടുകയോ കുറയോ ചെയ്യുന്ന അനുസരിച്ച് എന്താ? കോസ്റ്റിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പം മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ d/dx ഓഫ് കോസ്റ്റ് ആണ്, dc/dx ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇൻക്രീസിങ് ഡിക്രീസിങ്. ഓക്കെ, ഇൻക്രീസിങ് ഡിക്രീസിങ്ങിൽ നിങ്ങൾ ഗ്രാഫ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ഗ്രാഫ് ആണെങ്കിൽ നേരെ ഒരൊറ്റ സിംഗിൾ സോളിഡ് ലൈൻ ആണ് വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ് ഫംഗ്ഷൻ. ഓക്കെ, ഫംഗ്ഷൻ എന്താണ്? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ഇനി ചില ഗ്രാഫ് ഉണ്ട് ഇങ്ങനെ ലാഡർ പോലൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാഫ് എന്താണ്? മുകളിലേക്ക് തന്നെ പോകുന്നത് അല്ലേ. അപ്പോൾ ഇത് സിംപ്ലി ഇൻക്രീസിങ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒറ്റ ഒരു സോളിഡ് ലൈൻ ആണെങ്കിൽ അതെന്താണ്? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിരിക്കും. അതേപോലെ തന്നെ ഡിക്രീസിങ്, ഇങ്ങനെ ഒരു സോളിഡ് ലൈൻ വരുന്നത് എന്താണ്? ഡിക്രീസിങ്, സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. അതേസമയം ഇങ്ങനെ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതെന്താണ്? സിംപ്ലി ഡിക്രീസിങ് ആയിരിക്കും. അപ്പോൾ ചില സൈനിൻ്റെ കോസിൻ്റെ ഗ്രാഫൊക്കെ വരുമ്പോൾ ഇങ്ങനെ വേവ് പോലെ വരാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഇൻക്രീസിങ്ങും ഉണ്ട് ഡിക്രീസിങ്ങും ഉണ്ട്. ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും ആണ് ഡിക്രീസിങ്ങും ആണ്. അപ്പോൾ രണ്ടും കൂടെ വരുന്നതും ഇങ്ങനെയുള്ള ഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈ ഇൻക്രീസിങ് ഡിക്രീസിങ്ങിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, അത് വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്താണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ, പ്രൂവ് ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നിങ്ങളോട് ആ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യാണ് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാണെന്ന് പ്രൂവ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും, നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കും. ഇനി ആ ഫസ്റ്റ് ഡെറിവേറ്റീവ് >0 ആണ് അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും അല്ലേ. പോസിറ്റീവ് ആണെങ്കിൽ എന്താ? ഇൻക്രീസിങ്, പോസിറ്റീവ് ഇൻക്രീസിങ് ഓർക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഇനി f'(0) <0 ആണ്, f'(x) <0 ആണെങ്കിൽ എന്തായിരിക്കും? <0 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, ഡിക്രീസിങ്. ഓക്കെ, അപ്പോൾ f'(0) വെച്ചിട്ടാണ് നമ്മൾ ഇൻക്രീസിങ് ആണോ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണോ എന്നറിയുന്നത്. പോസിറ്റീവ് ആണ് ഇൻക്രീസിങ്, നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിങ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. f(x) = sin x, പ്രൂവ് ദാറ്റ് ഇറ്റ്സ് ഇൻക്രീസിങ് അറ്റ് ദ ഇൻ്റർവെൽ 0 to π/2. ഓക്കെ, അപ്പോൾ sin x എന്നുള്ള ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് ഈ ഇൻ്റർവെൽ എന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡെറിവേറ്റീവ് എടുക്കും. f'(x) സൈനിൻ്റെ ഡെറിവേറ്റീവ് cos x. cos x എന്ന് പറയുന്നത് 0 to π/2. നിങ്ങൾ ആ ഒരു നമ്മുടെ ക്വാഡ്രൻ്റ് ഓർത്താൽ മതി. 0 to π/2 വരുന്ന എന്താ? ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ് അല്ലേ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഓൾ പോസിറ്റീവ് ആണ്. അങ്ങനെ വരുമ്പോൾ കോസ് എന്താണ്? പോസിറ്റീവ് ആണ്. വിച്ച് മീൻസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഫംഗ്ഷൻ ഇസ് ഇൻക്രീസിങ്, ദെയർഫോർ ഫംഗ്ഷൻ ഇസ് ഇൻക്രീസിങ്. ഓക്കെ, ബാക്കി എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത് വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. ഇത് ജസ്റ്റ് റിവിഷൻ എന്നുള്ളത്
നിങ്ങൾ ഓൾറെഡി ചാപ്റ്റർ പഠിച്ചു, എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എക്സാമിന് മുമ്പുള്ളൊരു ഓടിച്ചുള്ളൊരു റിവിഷൻ എന്നുള്ള രീതിക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ടോപ്പിക് വൈസ് ടോപ്പിക് ഒന്ന് മനസ്സിലാക്കുക, അതിൻ്റെ ഒരു എക്സാമ്പിൾസ് കൂടി ഇൻക്ലൂഡ് ചെയ്യാനാണ് നോക്കിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ്. മുമ്പത്തെ എന്തായിരുന്നു, പ്രൂവ് ചെയ്യാനായിരുന്നു. ഇവിടെ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് എന്ന് ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും. നമ്മളോട് ചോദിക്കുന്നത് ഇൻ്റർവെല്ല് കണ്ടുപിടിക്കാനായിരിക്കും, ഫൈൻഡ് ദ ഇൻ്റർവെൽ. അപ്പോൾ എന്താ ചെയ്യുന്നത്, എഫ് ഓഫ് എക്സ് കാണുക, അതിനെ സീറോയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, അതിനിടയ്ക്ക് എവിടെയാണ് ആ എക്സ് വാല്യൂ വരുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കും. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 5. എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്, 2x പ്ലസ് 2. ഇവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ് 2x പ്ലസ് 2 ഈക്വൽ ടു 0. എക്സ് എന്ത് വരും, -1. അപ്പോൾ നിങ്ങൾ ആ നമ്പർ ലൈൻ ഫോമിൽ തന്നെ മൈനസ് ഇൻഫിനിറ്റി -1 ഇൻഫിനിറ്റി. ഓക്കെ, ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു -1, ഇതിനിടയ്ക്ക് എന്താ വരുന്നത്, നെഗറ്റീവ് വാല്യൂസ് അല്ലേ വരുന്നത്. മൈനസ് ഇൻഫിനിറ്റി ടു -1 ഫംഗ്ഷൻ എന്തായിരിക്കും, ഡിക്രീസിങ് ആയിരിക്കും. മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എന്തായിരിക്കും, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇൻ്റർവെൽസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ വീണ്ടും ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് എന്ന് തന്നിട്ടുണ്ടാവും. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫൈൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് നമ്മളോട് സോൾവ് ചെയ്ത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താ, ഇൻക്രീസിങ്, ലെസ് ദാൻ 0 ആണെങ്കിൽ ഡിക്രീസിങ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇവിടെയും ഫോർമുലാസ് ഒക്കെ വരുന്നുണ്ട്, ടാൻജൻറ്റ് ആൻഡ് നോർമൽ. ഓക്കെ, അപ്പോൾ ടാൻജൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കേർവിൽ ഒരു ഒറ്റ പോയിന്റിൽ ടച്ച് ചെയ്ത് പാസ് ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടാൻജൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കർവ് നോക്കിയാൽ ഈ ഒരു പോയിന്റ് നമ്മൾ എടുക്കുന്നത്, അതിലൂടെ ആ ഒരു ഒറ്റ പോയിന്റിൽ ടച്ച് ചെയ്ത് പാസ് ചെയ്യുന്ന ലൈൻ എന്താ, ടാൻജൻറ്റ്. പിന്നെ ഈ പോയിന്റിലേക്ക് ഈ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈനിനെയാണ് നമ്മൾ നോർമൽ. നോർമൽ ഈ മാത്സ് റിലേറ്റഡ് എവിടെ കണ്ടാലും ഓർക്കുക പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ഇനി ഈ പോയിന്റിന് എന്ത് വിളിക്കും, പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ടച്ച് ചെയ്യുന്നതാണ് അല്ലേ, അപ്പോൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഇനി ഇവിടെ നമ്മൾ 2-3 കാര്യങ്ങൾ പഠിക്കാനുള്ളത്, ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ്. എന്താണ് ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ്, ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ് x1 y1, y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഓക്കെ, ഇനി ഈ സ്ലോപ്പ് ഓഫ്, നമ്മൾ എന്തിനാ ഇത് ഡെറിവേറ്റീവിൽ പഠിക്കുന്നത്, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് അല്ലേ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഡെറിവേറ്റീവ്സ് അപ്ലൈ ചെയ്യുന്നത് സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് കണ്ടുപിടിക്കാനാണ്. സ്ലോപ്പ് എന്ന് പറയുന്ന m എന്താണ്, ഡെറിവേറ്റീവ് ആണ്, വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരിക്കും സ്ലോപ്പ്. ദാറ്റ് ഇസ് ദ ആപ്ലിക്കേഷൻ, dy/dx ഓർ എഫ് ഡാഷ് ഓഫ് എക്സ്. ഓക്കെ, അല്ലാതെ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ടാൻ തീറ്റ, m ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഇനി 2 പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് എങ്ങനെയാണ്, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഓക്കെ, ഇനി ടാൻജൻറ്റും നോർമലും തമ്മിലുള്ള റിലേഷൻ ആദ്യം പറയാം, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ആൻഡ് നോർമൽ ഇസ് -1. അതായത് m1 ഇൻറ്റു m2 എന്ന് പറയുന്നത് എന്തായിരിക്കും, -1 ആയിരിക്കും. നോർമലിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻജൻറ്റിൻ്റെ സ്ലോപ്പിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും, നെഗറ്റീവ് റെസിപ്രോക്കൽ. അപ്പോൾ ഇക്വേഷൻ ഓഫ് നോർമൽ എഴുതുമ്പം എവിടെ മാത്രമേ ചേഞ്ച് വരുള്ളൂ, ഈ സ്ലോപ്പിൽ മാത്രമേ ചേഞ്ച് വരുള്ളൂ. y മൈനസ് y1 ഈക്വൽ ടു -1/m ഇൻറ്റു എക്സ് മൈനസ് x1. ഓക്കെ, ഇനി 2 ലൈൻസ് പാരലൽ ആണ്, നമ്മൾ ടാൻജൻറ്റ് നോർമലുമായിട്ട് റിലേറ്റ് ചെയ്തല്ല, ജനറലായിട്ട് 2 ലൈൻസ് പാരലൽ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പിൻ്റെ റിലേഷൻ എങ്ങനെ ആയിരിക്കും, രണ്ടിൻ്റെയും സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, 2 ലൈൻസ് പാരലൽ ആണെന്ന് പറഞ്ഞാൽ ആ 2 ലൈൻ്റെ സ്ലോപ്പ് സെയിം ആയിരിക്കും. ഇനി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ടാൻജൻറ്റ് നോർമലിൻ്റെ കേസിൽ പറഞ്ഞതാണ്, m1 m1 ഇൻറ്റു m2 എന്താണ്, -1 ആയിരിക്കും. വെൻ ലൈൻ ഓർ ടാൻജൻറ്റ് പാരലൽ ടു എക്സ് ആക്സിസ്, നമ്മൾ എക്സ് ആക്സിസിന് പാരലായിട്ട് എടുക്കുന്ന ഒരു ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ, ഇവിടെ സ്ലോപ്പ് ഉണ്ടോ, ഇവിടെ ആ ഒരു സ്റ്റീപ്നെസ് ഉണ്ടോ, ഇല്ല, 0 ആണ് അല്ലേ, സ്ലോപ്പ് 0 ആണ്. ഓക്കെ, ഇനി പാരലൽ ടു വൈ ആക്സിസ് ആണെങ്കിലോ, പാരലൽ ടു വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തനെയാണ് അല്ലേ, ഇതിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു വാല്യൂയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ,
ഇല്ല. ഇവിടെ 0 എന്നോ അല്ലെങ്കിൽ ഇത്രയാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ 1/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി. സ്ലോപ്പ് എന്താണ്? പാരലൽ ടു y ആക്സിസ് ആണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് ഇസ് ഇൻഫിനിറ്റി. ഓക്കെ. നെക്സ്റ്റ്, ഇതൊരു ടിപ്പാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇഫ് ഇൻ എ ക്വസ്റ്റ്യൻ, നമ്മൾ ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, അറ്റെന്നാണ് വേർഡ് തന്നിരിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കണം, അറ്റ് എ ബി. ഓക്കെ, അറ്റ് എ ബി എന്നാണ് ആ ഒരു പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യനിലെ നമ്മുടെ എന്തായിരിക്കും? x1 y1 ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റിൽ എഴുതുന്ന ആ x1 y1 ആയിരിക്കും. ഈ അറ്റ് വേർഡ് കണ്ടാൽ നിങ്ങൾ ഓർക്കുക അത് x1 y1 ആണ്. ഇനി പകരം പാസിംഗ് ത്രൂ പോയിന്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പാസിംഗ് ത്രൂ പോയിന്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അതിനെ നിങ്ങൾ x1 y1 പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ആയിട്ട് എടുക്കരുത്. ആ ക്വസ്റ്റ്യനിൽ നമുക്ക് x1 y1 സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ അറ്റിനെ ഓർക്കുക, അറ്റുണ്ടെങ്കിൽ അതെന്താണ്? പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ആയിരിക്കും, x1 y1 ആയിരിക്കും. പാസസ് ത്രൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് x1 y1 കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ HK എന്നുള്ളൊരു അസംഷൻ, HK എന്നുള്ളൊരു പോയിന്റ് ആയിരിക്കും അസ്യൂം ചെയ്യാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വെച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. y is equal to 4x cube minus 2x raised to 5 passes through 0, 0. ഓക്കെ, അപ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഈ എക്സും എന്നും എമ്മും ഒരുപോലെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ചെയ്തു വന്ന ആ ഒരു പ്രാക്ടീസ് വെച്ച് ഇത് എക്സ് ആണ് കേട്ടോ. ഞാൻ എഴുതി പോകുമ്പോൾ അത് അങ്ങനെ വരുന്നതാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ പതുക്കെ എഴുതിയാൽ മാത്രമേ അങ്ങനെ വരുള്ളൂ. അല്ലെങ്കിൽ സിമ്പിളായിട്ട് എഴുതുമ്പോൾ എന്നൊക്കെ പോലെ തോന്നും, പക്ഷേ ഇത് എക്സ് ആണെന്ന് ഓർക്കുക. ഓക്കെ, സോ ഇവിടെ y is equal to 4x cube minus 2x raised to 5 passes through 0, 0. അപ്പോൾ passes through പറഞ്ഞു, which means നമുക്കിത് x1 y1 ആണോ? അല്ല. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാം അല്ലേ? 12x സ്ക്വയർ, നമുക്ക് സ്ലോപ്പ് വേണം. സ്ലോപ്പ് ഉണ്ടെങ്കിലല്ലേ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 12x സ്ക്വയർ മൈനസ് 10x raised to 4 എന്ന് നമുക്ക് ഡെറിവേറ്റീവ് കിട്ടി. ഇവിടെ നമ്മൾ x1 y1 പകരം എന്താ കൊടുക്കാൻ പോകുന്നത്? h, k എന്നാണ് കൊടുക്കാൻ പോകുന്നത് അല്ലേ? അപ്പോൾ dy/dx അറ്റ് h, k എന്ന് പറഞ്ഞാൽ എക്സിന് h എന്ന് കൊടുക്കുക. ഇവിടെ 12h സ്ക്വയർ മൈനസ് 10h raised to 4. ഓക്കെ, h raised to 4. ഇനി അപ്പോൾ ഇവിടെ സ്ലോപ്പ് കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് എഴുതാം. y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. എപ്പോഴും ഫോർമുല എഴുതിയിട്ട് തന്നെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എച്ച് കെ എന്നുള്ളതാണ് x1 y1 നമ്മൾ അസ്യൂം ചെയ്തത് അല്ലേ? അപ്പോൾ y മൈനസ് കെ ഇസ് ഈക്വൽ ടു, സ്ലോപ്പിന് പകരം എന്തെഴുതും? ഈ ഡെറിവേറ്റീവ് എഴുതും. 12h സ്ക്വയർ മൈനസ് 10h റേസ് ടു 4 ഇൻറ്റു എക്സ് മൈനസ് x1 എന്നുള്ളിടത്ത് എന്തെഴുതും? x1 പകരം h എന്ന് എഴുതും അല്ലേ? ഇനി പാസസ് ത്രൂ 0, 0 എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ പാസസ് ത്രൂ 0, 0 എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും ഓർക്കുക, പാസസ് ത്രൂ പോയിന്റ് തന്നാൽ അത് നമുക്ക് നമ്മൾ ഫോം ചെയ്യുന്ന ഇക്വേഷനിലോ അല്ലെ തന്നിരിക്കുന്ന ഇക്വേഷനിലോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 0, 0 നമ്മൾ ഇവിടെ എക്സിനും വൈക്കും പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0 മൈനസ് കെ ഈക്വൽ ടു 12h സ്ക്വയർ മൈനസ് 10h റേസ് ടു 4 ഇൻറ്റു 0 മൈനസ് h. ഓക്കെ, ഇവിടെ നമ്മൾ h വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് കെ ഈക്വൽ ടു മൈനസ് 12h ക്യൂബ് പ്ലസ് 10h റേസ് ടു 5 മൈനസ് വെച്ച് ഹോൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. കെ സെപ്പറേറ്റ് ചെയ്തു. കെ ഈക്വൽ ടു 12h ക്യൂബ് മൈനസ് 10h റേസ് ടു 5 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ പാസസ് ത്രൂ പോയിന്റ് വെച്ചിട്ട് നമുക്കൊരു കെ വാല്യൂ കിട്ടി. ഇനി അതല്ല, നമുക്ക് ഫംഗ്ഷനിൽ എച്ച് കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്തായിരിക്കും? y is equal to 4x cube minus 2x raised to 5 k is equal to 4h cube minus 2h raised to 5 എന്ന് കിട്ടി. അപ്പം ദിസ് ഈസ് അവർ സെക്കൻഡ് ഇക്വേഷൻ. ഇവിടെ എൽ എച്ച് എസ് എന്താ? സെയിം ആണ്. ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 8h ക്യൂബ് മൈനസ് 8h റേസ് ടു 5. ഇവിടെ പെട്ടെന്ന് കയറി h ക്യാൻസൽ ചെയ്തൊന്നും കളയരുത്. വേരിയബിൾ നമ്മൾ LHS RHSൽ ക്യാൻസൽ ചെയ്യരുത്. നമ്പേഴ്സൊക്കെയാണ് ക്യാൻസൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ വേരിയബിൾ ഉള്ളപ്പോൾ അതിനെ ഇപ്പുറത്തേക്ക് എടുക്കുക. 8h ക്യൂബ് മൈനസ് 8h റേസ് ടു 5 ഈക്വൽ ടു 0. ഓക്കെ, പെട്ടെന്ന് ആ വേരിയബിൾ ക്യാൻസൽ ചെയ്യാനായിട്ട് തോന്നും, പക്ഷേ വേരിയബിൾസ് ക്യാൻസൽ ചെയ്യാതിരിക്കുക. എന്നിട്ട് 8h ക്യൂബ്
കോമൺ എടുത്താൽ 1 മൈനസ് എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇവിടെ 8h³ 1 മൈനസ് എച്ച് സ്ക്വയറിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വെച്ച് 1 മൈനസ് എച്ച് ഇൻറ്റു 1 പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു 0. ഈ 3 ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പം 0 കിട്ടി എന്ന് പറഞ്ഞാൽ അതിലെ ഏതൊരു ടേം വേണമെങ്കിലും 0 ആകാം അല്ലേ. അങ്ങനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് 8h³ can be 0. 8h³ equal to 0 means h is equal to 0. 1 minus h is equal to 0 means h is equal to 1. 1 plus h is equal to 0 means h is equal to minus 1. അപ്പം 3 h വാല്യൂ കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 3 ടാൻജൻസ്, ആ കർവിന് 3 ടാൻജൻസ് ഉണ്ട് അല്ലേ. നമ്മളിങ്ങനെ ഒരു കർവ് എടുത്താൽ 3 ടാൻജൻസ് കിട്ടും നമുക്കതിൽ. ഓക്കെ, ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് കെ വാല്യൂയും കൂടെ കണ്ടുപിടിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് പോയിന്റ്സ് കിട്ടുകയുള്ളൂ. പോയിന്റ്സ് ആർ 0, 0, 1, 2, -1, -2. അപ്പോൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യനിൽ നമുക്ക് ഫൈൻഡ് x1 y1 എന്നായിരുന്നു അല്ലേ. ഇപ്പോൾ പാസിങ് അറ്റ് x1 y1 ഏതാണ് ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഈ 3 പോയിന്റ്സ് ആണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ടോപ്പിക്ക് അപ്രോക്സിമേഷൻ ആണ്. അപ്രോക്സിമേഷൻ നമുക്ക് കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലും എളുപ്പം നിങ്ങൾക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കാം. എപ്പോഴും ഓർക്കുക, y plus delta y equal to x plus delta x the whole raised to power എന്നുള്ള ഫോമിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിൾ വെച്ച് പറയാം. y is equal to x raised to 3/2. ഓക്കെ, ക്വസ്റ്റ്യൻ 3.968 the whole raised to 3/2 എന്നാണ്. അപ്പോൾ ഇതിനെ നമുക്ക് അപ്രോക്സിമേഷനിൽ കൂടെ എങ്ങനെ ആൻസറിലേക്ക് വരാം? നമ്മൾ ചെയ്യുന്ന എന്താ? y plus delta y equal to x plus delta x തന്നിരിക്കുന്ന എന്ത് പവറാണോ റേസ് ടു ആ പവർ എഴുതുക. ഓക്കെ, ഇനി നിങ്ങൾ നോക്കണ്ടേ, ഈ 3.968 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ഏറ്റവും അടുത്ത ഹോൾ നമ്പർ എന്താണ്? 4 ആണ്. 4 മൈനസ് സം വാല്യൂ ആയിട്ട് എഴുതാം. ഇവിടെ ഇപ്പോൾ 4 മൈനസ് 0.032 ആണ് അല്ലേ. അപ്പോൾ 3.968 എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 4 മൈനസ് 0.032 എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് എന്താണ്? 4 ആണ്. ഇതെന്താണ്? ഡെൽറ്റ എക്സ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എക്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ മൈനസും കൂടെ വേണം. എക്സ് ഇസ് ഈക്വൽ ടു 4, ഡെൽറ്റ എക്സ് ഈക്വൽ ടു മൈനസ് 0.032. ഓക്കെ, അപ്പോൾ ഈ എഴുതുന്ന പാർട്ടാണ് മെയിനായിട്ട് y plus delta y equal to x plus delta x the whole raised to ആ ഒരു പവർ വാല്യൂ. പിന്നെ തന്നിരിക്കുന്ന വാല്യൂവിനെ നമ്മൾ ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരിക. അതിൽ എക്സ് എന്താണ്, ഡെൽറ്റ എക്സ് എന്താണ്, ഡെൽറ്റ എക്സ് എടുക്കുമ്പോൾ ആ സൈനും കൂടെ ചേർത്തെടുക്കുക. ഓക്കെ, ഇനി y is equal to x raised to 3/2 അല്ലേ. എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 4 എന്ന് കൊടുക്കാം. 4നെ 2 സ്ക്വയർ എന്ന് എടുത്താൽ 2 ഇൻറ്റു 3/2 ലോസ് ഓഫ് എക്സ്പോണൻസ് വെച്ച് പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ക്യൂബ് 8 എന്ന് കിട്ടും. ഇനി ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? dy ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ് അല്ലേ. ഡെൽറ്റ വൈ dy ബൈ ഡി എക്സ്. അപ്പോൾ dy ബൈ ഡി എക്സ് എന്താ? ഇവിടെ നമുക്ക് y എക്സ് റേസ് ടു 3/2 ആണ്. അങ്ങനെയാണെങ്കിൽ dy ബൈ ഡി എക്സ് എന്താണ്? 3/2 ഇൻറ്റു എക്സ് റേസ് ടു 3/2 മൈനസ് 1 1/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ dy ബൈ ഡി എക്സിന് പകരം 3/2 എക്സ് റേസ് ടു 1/2 ഇൻറ്റു ഡെൽറ്റ എക്സിന് പകരം ആ ന്യൂമറിക്കൽ കൊടുത്തു. പിന്നെ ഇവിടെ നമ്മൾ എക്സിന് 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 4 റേസ് ടു 1/2 എന്താ? സ്ക്വയർ റൂട്ട് ആണ് അല്ലേ. 4ൻ്റെ സ്ക്വയർ റൂട്ട് 2, പോസിറ്റീവ് സ്ക്വയർ റൂട്ടാണ് എടുക്കുന്നത്. 3/2 ഇൻറ്റു 2 ഇൻറ്റു മൈനസ് 0.032. 2 ക്യാൻസൽ ചെയ്താൽ മൈനസ് 0.096 എന്ന് കിട്ടും ഡെൽറ്റ വൈ. ഇതാണ് നമ്മുടെ ആൻസർ. കംപ്ലീറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ? y പ്ലസ് ഡെൽറ്റ വൈ ആണ്. 8 പ്ലസ് മൈനസ് 0.096 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? 7.904 ആണ് ഇതിൻ്റെ അപ്രോക്സിമേഷൻ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മാക്സിമ ആൻഡ് മിനിമ. ഓക്കെ, അപ്പോൾ എന്താണ് മാക്സിമ, എന്താണ് മിനിമ എന്നുള്ളതോട് നമുക്ക് ഒന്ന് റീകോൾ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഗ്രാഫ് എടുത്താൽ ഇതിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള പോയിന്റ് അതിനെയാണ് നമ്മൾ മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മാക്സിമം പോയിന്റിൽ എക്സ് വൈ എന്നുള്ളതാണ് മാക്സിമം പോയിന്റ് എങ്കിൽ നിങ്ങളിത് എക്സ് ആക്സിസിലേക്ക് എടുക്കുമ്പോൾ എന്താ? എക്സ് കോർഡിനേറ്റ് വരും. ഈ എക്സ് കോർഡിനേറ്റിനെയാണ് നമ്മൾ മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ വൈ ആക്സിസിലേക്ക് എടുത്ത വൈ എന്നുള്ള ആ ഒരു
കോർഡിനേറ്റ് കിട്ടി. വൈ കോർഡിനേറ്റ് എന്താ? മാക്സിമം വാല്യൂ ആണ്. എക്സ് മാക്സിമം പോയിന്റും വൈ മാക്സിമം വാല്യൂവും ആയിരിക്കും. ഇനി ഇവിടെ നോക്കിയേ, ഇങ്ങനൊരു ഗ്രാഫ് ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ്, ഓക്കെ, ഏറ്റവും ലോവസ്റ്റ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിനിമം. ഓക്കെ, മിനിമം പോയിന്റ്. ഈ മിനിമം പോയിന്റിലെ എക്സ് എന്താ? മിനിമം പോയിന്റും വൈ എന്ന് പറയുന്നത് എന്താണ്? മിനിമം വാല്യൂവും ആയിരിക്കും. ഓക്കെ, മിനിമം വാല്യൂ. ജസ്റ്റ് ഇതുകൂടെ ഓർത്തിരിക്കുക. നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് എടുത്ത ലോക്കൽ മാക്സിമ അബ്സല്യൂട്ട് മാക്സിമ ഡിഫറൻസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് ഈ ഒരു പോയിന്റ് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഓക്കെ, ഇതിൽ ഒരു ഗ്രാഫിലെ ഏറ്റവും പീക്ക് പോയിന്റ്, അപ്പോൾ ഇവിടെ എ ആണ് പീക്ക് പോയിന്റ് അല്ലേ? ആ എ ഹയസ്റ്റ് അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഗ്ലോബൽ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് മാക്സിമ. ഓക്കെ, ആബ്സല്യൂട്ട് മാക്സിമ. പിന്നെ ഈ ഒരു ഏറ്റവും ഹയസ്റ്റ് കൂടാതെ വേറെ അതിന് നിയറസ്റ്റ് ആയിട്ട് നെയ്ബറിംഗ് ആയിട്ട് ഒരു മാക്സിമം പോയിന്റ് ആണ്. ഒന്നോ അതിൽ കൂടുതലോ വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ സി എന്താണ്? സി എന്ന് പറയുന്നതാണ് ലോക്കൽ മാക്സിമ. ഓക്കെ, ലോക്കൽ മാക്സിമ. അതുപോലെ തന്നെ ഏറ്റവും മിനിമം ഇതെന്തായിരിക്കും? ദിസ് വിൽ ബി യുവർ absolute or global maxima. ഓക്കെ, absolute or global maxima. ഇനി ഡി എന്തായിരിക്കും? അതിൻ്റെ നെയ്ബറിംഗ് മിനിമം പോയിന്റ് ആണ്. നെയ്ബറിംഗ് മിനിമം പോയിന്റ് ആകുമ്പോൾ അതിനെ നമ്മൾ ലോക്കൽ മിനിമ എന്ന് വിളിക്കും. ഓക്കെ, ലോക്കൽ മിനിമ. പിന്നെ എപ്പോഴും ഓർക്കുക, ഒരു പീക്ക് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെന്താണ്? ഡിക്രീസിങ് ആണ്. ഓക്കെ, ഡിക്രീസിങ് ആണ് അല്ലേ? മിനിമം പോയിന്റ് മാക്സിമം പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ ഡിക്രീസിങ് ആണ്. ആ ഒരു മിനിമം പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിങ് ആണ്. ഓക്കെ, ഇതെവിടെയാ യൂസ്ഫുൾ ആകുന്നതെന്നൂടെ പറയാം. നമുക്ക് തിരിച്ച് നമ്മുടെ റിവിഷനിൽ വരാം. ഇവിടെ ഈ ഒരു ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ, ആബ്സല്യൂട്ട് മാക്സിമ, ഗ്ലോബൽ മാക്സിമ, മിനിമ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എക്സ് ആണ് പോയിന്റ് വരുന്നത്, വൈ ആണ് വാല്യൂ വരുന്നത്. ഓക്കെ, ഇനി മാക്സിമം മിനിമം പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് രണ്ട് ടെസ്റ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്താ? ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കും, ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പോൾ സ്റ്റെപ്പ് വൈസ് നോക്കാം. എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും. എന്ത് ചെയ്യും? ഡെറിവേറ്റീവ് എടുത്ത് സീറോയുമായിട്ട് ഇക്വേറ്റ് ചെയ്യും. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഫൈൻഡ് വാല്യൂസ് ഓഫ് എക്സ്. അടുത്ത സ്റ്റെപ്പിൽ എന്താ? ഇക്വേറ്റ് ചെയ്ത് സീറോയുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എപ്പോഴും ഓർക്കേണ്ടത്, എവിടെയാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വാലിഡ് ആയിട്ട് വരുന്നത്? എപ്പോഴും എക്സിന് ഒന്നിൽ കൂടുതൽ വാല്യൂസ് വരുമ്പോഴാണ് അവിടെ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത്. കൂടുതലും ഈ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ ഒരു 99% ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് തന്നെ ആയിരിക്കും എടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എക്സിന് ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ച് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എക്സിനെ നമ്മൾ എന്ത് ചെയ്യും? ഫംഗ്ഷനിലിടും. ഓക്കെ, ശ്രദ്ധിക്കുക, ഫംഗ്ഷനിലാണ് ഇടുന്നത്. എക്സിൻ്റെ വാല്യൂ ഫംഗ്ഷനിലിട്ടു. ഇപ്പോൾ സപ്പോസ് എക്സിന് നമ്മൾ എ ബി സി 3 വാല്യൂ കിട്ടി നിങ്ങൾക്ക്. ഓക്കെ, ഫംഗ്ഷനിലിട്ടപ്പോൾ എഫ് ഓഫ് എ 50 എന്ന് കിട്ടി, എഫ് ഓഫ് ബി -12 എന്ന് കിട്ടി, എഫ് ഓഫ് സി -5 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ മാക്സിമം അല്ലേ? ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത്. ഇതെന്താണ്? ഏറ്റവും കുറവ് കിട്ടിയത്. അപ്പോൾ ആ പോയിന്റ് എന്താണോ ഇട്ട വാല്യൂ, എക്സ് വാല്യൂ, ആ എക്സ് വാല്യൂവിനെ നമ്മൾ മാക്സിമം പോയിന്റ്, എ ഇസ് ദ മാക്സിമം പോയിന്റ്, വൈ ആണ് മാക്സിമം വാല്യൂ, 50 മാക്സിമം വാല്യൂ. ഇവിടെ സി ഇസ് ദ മിനിമം പോയിന്റ്, -5 ഇസ് ദ മിനിമം വാല്യൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x³ - 3x + 3, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 3x² - 3 = 0 എന്ന് വരും. സീറോയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു +or-1. എഫ് ഓഫ് 1 എന്താണ്? 1 - 3 + 3 1 എന്ന് കിട്ടും. മിനിമം പോയിന്റ് എന്ത് വരും? 1ഉം മിനിമം വാല്യൂ 1. എഫ് ഓഫ് -1 എടുത്താൽ എന്താണ്? -1 + 3 + 3 = 5. മാക്സിമം പോയിന്റ് എന്താണ്? 1 ആണ്. മാക്സിമം വാല്യൂ എന്ത് വരും? മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 5 വരും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഇതൊന്ന് നോട്ട് ചെയ്യുക. ഓൾവേസ് പുട്ട് എക്സ്,
നമ്മൾ വീണ്ടും പറയാണ്, എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഫംഗ്ഷനിലാണ് ഇടുന്നത്, ഡെറിവേറ്റീവിലല്ല, ഫംഗ്ഷനിലാണ് മാക്സിമം ആണോ മിനിമം ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഇടുന്നത്. അതുപോലെ എപ്പോഴും ആ ലിമിറ്റേഷൻ കൂടി ഓർത്തിരിക്കുക, ഒരൊറ്റ വാല്യൂ നമുക്ക് കിട്ടുന്നുള്ളെങ്കിൽ നമുക്ക് മാക്സിമം മിനിമം കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, ഇനി എന്താണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്? ഒബ്വിയസ്ലി സെക്കൻഡ് ഡെറിവേറ്റീവ് നമ്മൾ എടുക്കും അല്ലേ. അപ്പോൾ ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും, എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കും, അതിനെ സീറോയുമായിട്ട് ഇക്വേറ്റ് ചെയ്യും, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, ഇത്രയും സ്റ്റെപ്പ് സെയിം തന്നെയാണ്. സെക്കൻഡ് വരുന്ന എന്താ? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എടുക്കുക, എന്നിട്ട് ഈ എക്സിനെ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിലാണ് ഇടുന്നത്, സെക്കൻഡ് ഡെറിവേറ്റീവിലാണ് ഇടുന്നത്, ഫംഗ്ഷനിലല്ല സെക്കൻഡ് ഡെറിവേറ്റീവിലാണ് ഇടുന്നത്. ഇനി ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് മൈനസ് ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? മാക്സിമം പോയിന്റ് ആയിരിക്കും. ഇതാണ് നമ്മൾ ആ ഗ്രാഫ് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, ഏറ്റവും മിനിമം കഴിഞ്ഞാൽ പിന്നെ അത് ഇൻക്രീസിങ് ആണ് ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തിരിച്ചു വരുന്നത്. നമ്മൾ ഫംഗ്ഷൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ഡിക്രീസിങ് പറഞ്ഞപ്പോൾ പോസിറ്റീവ് ആണ് ഇൻക്രീസിങ്, നെഗറ്റീവ് ആണ് ഡിക്രീസിങ് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നെഗറ്റീവ് എന്ന് പറഞ്ഞ ഓർക്ക് അത് മാക്സിമം ആയിരിക്കും, തിരിച്ചാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ ആ പോയിന്റ് കഴിഞ്ഞ് വീണ്ടും ഫംഗ്ഷൻ ഇൻക്രീസിങ്ങിലേക്കാണ് പോകുന്നത്. സോ എക്സ് ഇസ് മാക്സിമം പോയിന്റ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ എക്സ് ഇസ് മിനിമം പോയിന്റ്. സോ ടു ഗെറ്റ് വൈ, ഇനി വൈ കിട്ടാൻ എന്താ? നമ്മൾ ഈ എക്സിനെ ഫംഗ്ഷനിലാണ് ഇടുന്നത്. വൈ കിട്ടാൻ എക്സിനെ ഫംഗ്ഷനിലേക്കായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ഇഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിന് 0 ആണെങ്കിലോ മാക്സിമം, നൈദർ മാക്സിമ നോർ മിനിമ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിളൂടെ നോക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x⁴ പ്ലസ് 4x³ മൈനസ് 12x² പ്ലസ് 12 ആയിരിക്കും. എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്? 12x³ പ്ലസ് 12x² മൈനസ് 24x. 12x കോമൺ എടുത്താൽ ഇങ്ങനെ നമുക്ക് എഴുതാം, എഫ് ഡാഷ് ഓഫ് എക്സിനെ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ എക്സ് 0 എന്നും എക്സ് -2 1 എന്നും കിട്ടും. എക്സിന് 3 വാല്യൂസ് കിട്ടി അല്ലേ. ഇതിനെ നമ്മൾ എവിടെയാണ് ഇടുന്നത്? സെക്കൻഡ് ഡെറിവേറ്റീവിലാണ് ഇടുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവിൽ നോക്കിയാൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 നെഗറ്റീവ് കിട്ടിയാൽ അതെന്താണ്? മാക്സിമം പോയിന്റ് ആണ്. മാക്സിമം വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടും? 1 കിട്ടും. എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 36ഉം എഫ് ഡബിൾ ഡാഷ് ഓഫ് -2 72. അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവ് കിട്ടുന്നതുകൊണ്ട് രണ്ട് മിനിമം വാല്യൂ ഉണ്ട്. അറ്റ് എക്സ് ഈക്വൽ ടു 1 ഉണ്ട്, അറ്റ് എക്സ് ഈക്വൽ ടു -2 ഉണ്ട്. രണ്ടും കണ്ടുപിടിക്കുക, 7ഉം -20ഉം ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്.